അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഡെയിലി ഡിഷസ്. ഇന്ന് ഞാൻ നല്ലൊരു മട്ടൺ റോസ്റ്റാണ് തയ്യാറാക്കുന്നത്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു മട്ടൺ റോസ്റ്റ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ മട്ടൺ വേഗം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പത്ത് വെച്ച് നന്നായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസുള്ള സവാളയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുത്തുള്ളത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തുള്ള ചേർത്ത് കൊടുക്കാം. പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമ്മളിതിൽ ചേർത്തുള്ള ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും സവാളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ബാക്കി മസാലപ്പൊടികളൊക്കെ ഇനി ലാസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കറിക്ക് കുറച്ചും കൂടെ നല്ല ടേസ്റ്റും കളറും മണമൊക്കെ കിട്ടും. ഈ സവാള കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വന്നാൽ മതി. ഇതിപ്പോൾ ചെറുതായി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോണ്ടാണ് കേട്ടോ ഈ ഒരു കളറായി വന്നിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മട്ടണിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1 കിലോ മട്ടനാണ് ചേർക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുക്കാം. 1 കിലോ മട്ടൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മട്ടൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഈ മസാലയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. മസാലയൊക്കെ മട്ടനിലേക്കൊന്ന് പിടിച്ചു വന്നോട്ടെ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വന്ന ശേഷം നമുക്ക് ഈ കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒരു 4-5 വിസിലൊക്കെ വേണ്ടി വരും മട്ടൻ നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ട്. അപ്പോൾ ഒരു 4 വിസിൽ വന്ന ശേഷം നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഈ കുക്കർ മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു 4 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്തിട്ട് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി കേട്ടോ. 5 വിസിൽ വന്ന ശേഷമാണ് ഈ മട്ടൻ ഇപ്പോൾ വെന്ത് വന്നിട്ടുള്ളത്. 4 വിസിൽ വന്ന ശേഷം ഞാൻ തീ ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ പോയ ശേഷം ഒന്ന് തുറന്ന് നോക്കിയപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെന്ത് വരാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 1 വിസിൽ വരുന്നവരെയും കൂടി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പല മട്ടനും പല വേവായിരിക്കും കേട്ടോ. അപ്പോൾ ഒരു 3-4 വിസിൽ വന്ന ശേഷം തീ ഓഫ് ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഇനി ഇത് മാറ്റി വെച്ചിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങിയതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 8-10 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ചെറിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇഞ്ചിൻ്റെ വെളുത്തുള്ളിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി തുടങ്ങി പിന്നെ ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പോൾ ഈ പൊടികളൊക്കെ ചേർക്കുന്നതിന് മുന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം കേട്ടോ. എന്നിട്ട് ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ മസാലപ്പൊടികളൊക്കെ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചുള്ള മട്ടൻ ചേർത്ത് കൊടുക്കാം. മട്ടൻ അതിലുള്ള വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി തീ ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് ഇതിലുള്ള വെള്ളം വറ്റിച്ചെടുക്കാം കേട്ടോ. ഇതൊന്ന് തിളച്ച് വന്ന ശേഷം ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ മസാലപ്പൊടികളൊക്കെ ലാസ്റ്റ് മൂപ്പിച്ച് ചേർത്ത് കൊടുത്തോണ്ട് ഇത് തിളച്ച് വരുമ്പോൾ നല്ലൊരു മണം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഞാനിത് ഇത്രയും വറ്റിച്ചെടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം. ഇനി തീ ഓഫ് ചെയ്യാം. ഇതിന് കുറച്ച് സമയം ഇരിക്കുമ്പോൾ കുറച്ചും കൂടി തിക്കായിട്ട് വരും. ഇപ്പോൾ നമ്മുടെ മട്ടൺ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ മട്ടൺ റോസ്റ്റ് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.